ചേമര ഇന്ന് പണിക്ക് പോയടുത്ത് ഭയങ്കര ചൊരയും വലിയാണ്. നമ്മളെ കൊണ്ടാണ് ഇപ്പോൾ നാട്ടിൽ കല്യാണം നടക്കാത്തതെന്ന് പറഞ്ഞത്. കാരണം ഇവിടെ റോഡ് പൊളിച്ചിട്ടിട്ട് ഇപ്പോൾ കല്യാണം നടക്കുന്നില്ല നാട്ടിൽ. ഞങ്ങളോടൊക്കെ കല്യാണം നടക്കുന്നില്ല ഗായ്സ്. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല പറയണ്ടേ, നമ്മളത് സെറ്റിലാണ്. അല്ലാത്ത ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശബ്ദിക്കാണ്. എന്റെ പഞ്ചായത്തിൽ ഒരൊറ്റ ബ്ലോഗർ ഞാൻ തന്നെ ഉള്ളൂ, അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ കാര്യം എന്താ മനസ്സിലായില്ലേ? നാട്ടിലെ റോഡൊക്കെ പൊളിഞ്ഞിട്ട് നാട്ടിലെ കുട്ടികളെ കല്യാണം നടക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വരലായിരുന്നു. ഇത് നാട്ടുകാർ കണ്ടിട്ട് നമ്മൾ ലീക്ക് എടുക്കാൻ പോയപ്പോൾ റോഡ് പൊളിക്കാനായിക്കണം. ഇപ്പോൾ നമ്മളെ മുഖ്യ ലക്ഷ്യം ജനങ്ങൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാൻ നട്ടാ. അതുകൊണ്ട് നമ്മൾ ഈ റോഡ് ഐശ്വര്യമായിട്ട് നമ്മൾ പൊളിക്കുന്നില്ല. ഇനി പൊളിച്ച റോഡൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇനി തന്നല പഞ്ചായത്തിൽ എവിടെയെങ്കിലും നമ്മൾ പൊളിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇതിനടിയിൽ ഒന്ന് കമന്റ് ഇട്ടാൻ പോയിട്ടാ. ഇതിൽ കുറച്ച് മണ്ണെടുത്ത് എടുത്ത് പോകുന്നതാ ഒരു വലിയ ഹോളായിട്ട് താഴേക്കാണ്ട് പോയിട്ടാ. കാരണം വെള്ളത്തിന് പ്രഷർ കൊണ്ട് ഇതിൻ്റെ അടിയിലുള്ള മണ്ണൊക്കെ ഒലിച്ചു പോയിട്ടുണ്ട് കേട്ടോ. താഴെ കൂടെ ഉള്ള മണ്ണൊക്കെ ഒലിച്ചു പോയതുകൊണ്ട് പൈപ്പ് കാണാൻ വല്ലാതെ നമ്മൾ പ്രയാസപ്പെടേണ്ടിയൊന്നുമില്ല. നിലവിലുള്ളത് 225 പൈപ്പാട്ടാണ്. ഇവിടെ ലീക്ക് വരാൻ കാരണം നമ്മളെ ഷാഡലിൻ്റെ പാക്കിംഗ് ഷീറ്റ് നീങ്ങിപ്പോയതുകൊണ്ടാണ് ഇവിടെ ലീക്ക് വരാൻ കാണുന്നത്. നമ്മളെ ബായിനെ കാണാൻ തന്നെ ചേട്ടാ, അത്രയും ട്രെഞ്ച് അടിയിക്കുന്നുണ്ട്. പക്ഷെ മണ്ണ് കുറവാട്ടെ. കാരണം എന്താണെന്ന് അറിയോ? ഇവിടുത്തെ മണ്ണൊക്കെ ഭൂമിൻ്റെ അടിയിലൂടെ ഒലിച്ചു പോയിട്ടുണ്ട്. വർക്ക് ഏതായാലും തീർന്നിക്കണേ. ഇരുന്നൂറ്റി ഷാഡല് ആ വാസർ ലീക്കായി പോയതാണ്. നമ്മളെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്.